കൃത്രിമക്കാലുകൾ ഇരിപ്പിടത്തിൽ വെച്ച് രാജ്യസഭയിൽ സി സദാനന്ദൻ മാസ്റ്ററുടെ കന്നി പ്രസംഗം. CPM അക്രമ രാഷ്ട്രീയം, ശബരിമല സ്വർണ്ണക്കവർച്ച തുടങ്ങിയ വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തിയായിരുന്നു സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗം. പരമപവിത്രമതാമീ മണ്ണിൽ എന്ന ഗണഗീതം ഉദ്ധരിച്ചായിരുന്നു നന്ദിപ്രമേയ ചർച്ചകൾക്ക് സദാനന്ദൻ മാസ്റ്റർ തുടക്കമിട്ടത്. സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ MP-മാരുടെ ശ്രമവും നടന്നു. This is my two legs. I was a person with strong two legs, but below knee, nowadays, I am using artificial limbs. Why? Because the democracy, every time I am hearing from this house about democracy, democracy, democracy. But those who are roaring about democracy, they committed an attack upon me 31 years ago. In Kerala, the CPM leaders, according to their advice, the workers of CPIM വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുന്നു. എന്നാലും വളരെ വൈകാരികപരമായ പ്രസംഗമാണ് സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിൽ നടത്തിയത്. തനിക്ക് നഷ്ടപ്പെട്ട കാലുകൾ അദ്ദേഹം തൻ്റെ ഇരിപ്പിടത്തിൽ ഉയർത്തിവെച്ചായിരുന്നു സംസാരം. കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ വലിയ വാദമുയർത്തുന്ന CPM തൻ്റെ ഇരു കാലുകളും വെട്ടിമുറിച്ച് എടുത്ത ചരിത്രം ഓർമ്മപ്പെടുത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇത് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ, പ്രത്യേകിച്ചും ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള അംഗങ്ങൾ ശക്തമായി രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താനൊരു ശ്രമവും നടന്നു. പക്ഷേ അതിനെ എല്ലാം ഭേദിച്ചുകൊണ്ട് സദാനന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് രാജ്യസഭയിൽ ഇന്ന് മുഴങ്ങിക്കേട്ടത്. ശ്രീകാന്ത്, കൂടുതൽ വിവരങ്ങൾ. ഇന്ന് സി സദാനന്ദൻ മാസ്റ്റർ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയം അവതരിപ്പിക്കാനുള്ള ചുമതല അദ്ദേഹത്തിനാണ് നൽകിയത്. അതിന് അദ്ദേഹം മറുപടി പ്രസംഗം തുടങ്ങിയത് തന്നെ അദ്ദേഹത്തിൻ്റെ ഇരു കാലുകളും ആർട്ടിഫിഷ്യൽ ലിംസാണ്. അത് അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ്. തനിക്ക് എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ കഴിയാത്തതിന് പിന്നിൽ എന്താണ് കാരണം എന്നറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം തുടങ്ങിയത്. CPIM-ന്റെ രാഷ്ട്രീയ അതിക്രമം ഈ രാജ്യത്തിന് മുൻപാകെ തുറന്നു കാണിക്കുന്നതായിരുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. തൻ്റെ കാലുകൾ തൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിധേയത്വത്തിൻ്റെ ഫലമായി തൻ്റെ കാലുകൾ വെട്ടിമാറ്റിയതിനെക്കുറിച്ച് അദ്ദേഹം അവിടെ പറഞ്ഞു. ഷെയിം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്യസഭ അതിനെ സ്വീകരിക്കുകയുണ്ടായത്. ശേഷം ഈ CPIM-ന്റെ MP-മാർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിൽ വലിയ ശ്രമം നടത്തി. പക്ഷേ അതിനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു. ഇവിടെ ചിലർ ജനാധിപത്യം എന്ന് പറയാറുണ്ട്, മനുഷ്യത്വത്തെക്കുറിച്ച് പറയാറുണ്ട്. നിങ്ങളുടെ ജനാധിപത്യം എനിക്ക് നൽകിയ സമ്മാനമാണ് ഈ കാണുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വെപ്പുകാലുകളെ ചൂണ്ടി പറയുകയുണ്ടായി. ഈ രാജ്യം വിറങ്ങലിച്ചു പോയ നിമിഷങ്ങൾ എന്നാണ് അതിനെ പറയേണ്ടത്. അതായത് ഇത്രയും നാൾ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ജനാധിപത്യവും മനുഷ്യത്വവും എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിച്ചു പോയൊരു പ്രസ്ഥാനം ശരിക്കും ഒരു ഭീകര സംഘടനയായിരുന്നു എന്ന തിരിച്ചറിവിലേക്കാണ് ഇന്ന് ഈ രാജ്യം പോയത്. വിറങ്ങലിച്ചാണ് സഭ മുഴുവൻ ഉണ്ടായത്. ഇൻഫോസിസ് നാരായണമൂർത്തിയുടെ ഭാര്യയും രാജ്യസഭാ MP-യുമായ സുധാമൂർത്തി തൊട്ട് മുന്നിലിരുന്ന് അത് ചെവി പൊത്തിയാണ് കേട്ടത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ ഘട്ടത്തിലാണ് എത്രത്തോളം ഭീകരമായിരുന്നു സദാനന്ദൻ മാസ്റ്ററോട് ഈ CPIM ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ. ശേഷം അദ്ദേഹം ശബരിമലയിൽ നടന്ന സർക്കാർ സ്പോൺസേഡ് കൊള്ളയെക്കുറിച്ച് സംസാരിച്ചു. കോൺഗ്രസ് അതിന് നൽകിയ പിന്തുണയെ അദ്ദേഹം തുറന്നുകാട്ടി. മഹാമാഘ മഹോത്സവത്തിന് നേർക്കുണ്ടായ സർക്കാരിൻ്റെ ചില എതിർപ്പുകൾ അദ്ദേഹം തുറന്നുകാട്ടി. RSSന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച് സംസാരിച്ചു. RSS പ്രാർത്ഥന സഭയിൽ ചൊല്ലി. ഒപ്പം CPIM തിട്ടൂരം ഉയർത്തി ഒരു കാരണവശാലും കേരളത്തിൽ ചൊല്ലാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ പരമപവിത്രമിതാമീ മണ്ണിൽ എന്ന ഗണഗീതം CPIM MP-മാരെ സാക്ഷിയാക്കി രാജ്യത്തിൻ്റെ ശ്രീകോവിലിൽ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിരുന്ന് സി സദാനന്ദൻ മാസ്റ്റർ ചൊല്ലുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. തനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്തതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം അതിന് കാരണക്കാരായവർ ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്തായാലും ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരന്റെ പ്രസംഗം എന്ന് തന്നെ അതിനെ വിലയിരുത്താം. ശ്രീകാന്ത്, വളരെ വ്യക്തമാണ്. രാജ്യസഭയിൽ പരമപവിത്രമതാമീ മണ്ണിൽ എന്നുള്ള ഗണഗീതം
സദാനന്ദൻ മാസ്റ്റർ ഇന്ന് ആലപിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഗണഗീതം അലയടിക്കുമ്പോഴും ഇത് പല വേദികളും തടസ്സപ്പെടുത്താൻ CPM ശ്രമിക്കുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ സദാനന്ദൻ മാസ്റ്റർ തൻ്റെ 2 വെപ്പുകാലുകളും മേശപ്പുറത്ത് ഉയർത്തിവെച്ച് ഈ ഗണഗീതം അവിടെ ആലപിച്ചത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആലാപനത്തിലേക്ക് പോകാം. There is a very famous patriotic song in Malayalam. It is commonly known as Ganageetham. It goes like this. Parama pavitramadami mannil Bharatambeye പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ. That is, on this extremely sacred soil to worship Mother India, there are beautiful gardens irrigated by the holy flows. കുംഭമേളയെപ്പറ്റിയും രാജ്യസഭയിൽ പരാമർശിക്കാൻ സദാനന്ദൻ മാസ്റ്റർ തൻ്റെ പ്രസംഗത്തിൽ സമയം കണ്ടെത്തി. കുംഭമേളയെപ്പറ്റിയും അദ്ദേഹം ആ സഭയിലുണ്ടായിരുന്നവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ആ വാക്കുകളിലേക്ക്. Mahamagham festival, also called Kerala's Kumbh, is celebrated after 250 years at Tirunavaya of Malappuram district. As Vivekananda said, every country in the world has a purpose for its existence, and Bharat's case, it is spirituality. That's why when Gen Zs of other countries in neighborhood turn to violence, our Gen Zs turning to bhajans, as Modi ji has rightly said in his Mann Ki Baat. അതെ, ഇത്തരത്തിൽ തൻ്റെ പ്രസംഗത്തിലുടനീളം ശ്രദ്ധേയമായ പരാമർശങ്ങളും ശ്രദ്ധേയമായ കോട്ടിങ്ങുകളും എല്ലാം അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെപ്പറ്റിയും അദ്ദേഹം രാജ്യസഭയിൽ കൃത്യമായി അദ്ദേഹം അവിടെ എത്തിയവർക്ക് മുമ്പിൽ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇടത് വലത് നേതാക്കൾ ചേർന്നാണ് ഈ കൊള്ള നടത്തിയത് എന്ന് നമുക്കറിയാം. ഇക്കാര്യങ്ങൾ രാജ്യസഭയിൽ ഉന്നയിക്കാനും സദാനന്ദൻ മാസ്റ്റർ മറന്നില്ല. ആ വാക്കുകളിലേക്ക്. മൂല്യമുള്ള ശബരിമലയിൽ നിന്ന് ലക്ഷക്കണക്കിന് മൂല്യമുള്ള രൂപയുടെ മൂല്യമുള്ള സ്വർണം കടത്തിക്കൊണ്ടുപോവുകയാണ്. സർക്കാരിന്റെ അനുമതിയോടുകൂടി, പ്രതിപക്ഷത്തിന്റെ മൗനാനുവാദത്തോടുകൂടി, കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തിന്റെ മൗനാനുവാദത്തോടുകൂടി കേരളത്തിൽ ഈ ജീർണതകൾ അരങ്ങേറുമ്പോൾ പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ വിശ്വാസമർപ്പിച്ചുകൊണ്ട് കേരളത്തിലും ഉണ്ടാകണം. ഇത്തരത്തിൽ തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം ഏവരെയും കോരിത്തെരിപ്പിക്കുന്ന അല്ലെങ്കിൽ വികാരനിർഭരമായ സംസാരമാണ് സദാനന്ദൻ മാസ്റ്റർ നടത്തിയത്. ഇന്നേ വരെ ഒരുപക്ഷെ രാജ്യസഭയിൽ ഇതേപോലെ വൈകാരികപരമായ ഒരു പ്രസംഗം കണ്ടിട്ടുണ്ടായിരിക്കില്ല. കാരണം തനിക്ക് നഷ്ടപ്പെട്ട രണ്ട് കാലുകളും അവിടെ, ആ പൊയ്ക്കാലുകൾ അവിടെ രാജ്യസഭയുടെ മേശപ്പുറത്ത് ഉയർത്തിവെച്ച ശേഷമാണ് വൈകാരികമായി അദ്ദേഹം സംസാരിച്ചത്. ഇടതുപക്ഷം ജനാധിപത്യത്തെപ്പറ്റി പ്രസംഗിക്കുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ട 2 കാലുകൾ ആ ജനാധിപത്യത്തിൻ്റെ മറയായിരുന്നു, അല്ലെങ്കിൽ ജനാധിപത്യം ഉറക്കെ പറയുന്നവർ വെട്ടിമുറിച്ച 2 കാലുകൾക്ക് പകരം ഈ കാലിലാണ്, ഈ കൃത്രിമ കാലിലാണ് താൻ നടക്കുന്നത് എന്ന് രാജ്യസഭയിൽ പറയുമ്പോൾ അത് കേൾക്കാൻ CPM-ന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് CPM ഉൾപ്പെടുന്ന പ്രതിപക്ഷം ആ പ്രസംഗം തടസ്സപ്പെടുത്തിയത്. എന്തായാലും പരമപവിത്രമതാമി മണ്ണിൽ എന്നുള്ള ഗണഗീതം അദ്ദേഹം അവിടെ ആലപിക്കുന്നു. ശബരിമല വിഷയം അവിടെ പരാമർശിക്കുന്നു. അതേപോലെ തന്നെ കേരളത്തിൽ 250 വർഷങ്ങൾക്ക് ശേഷം തിരുനാവായിൽ നടന്ന കുംഭമേളയെപ്പറ്റി അദ്ദേഹം സംസാരിക്കുന്നു. ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗം
ഈ ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ രാജ്യസഭയുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താവുന്ന തരത്തിലാണ് ഇന്ന് അദ്ദേഹം സംസാരിച്ചത്. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും കേരളത്തിലെ CPM സംബന്ധിച്ച് വലിയ പ്രഹരമാണ് അവർക്ക് രാജ്യസഭയിൽ ഇന്ന് ലഭിച്ചത്. അതുകൊണ്ടായിരിക്കുമല്ലോ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾ സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. ശ്രീകാന്ത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സദാനന്ദൻ മാസ്റ്റർ സംസാരിക്കവേ ജോൺ ബ്രിട്ടാസ് പല തവണ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അതായത് ഒരു മനുഷ്യൻ്റെ ഇരു കാലുകളും വെട്ടി കളഞ്ഞിട്ടും ആ മനുഷ്യനെ നടക്കാൻ വയ്യാത്ത ആളായി മാറ്റിയിട്ടും ആ മനുഷ്യൻ വെപ്പുകാലുകൾ ഉപയോഗിച്ചൊരു ഫിനിക്സ് പക്ഷിയെപ്പോലെ വളർന്നുയർന്നത് കണ്ട അസഹിഷ്ണുത CPM ഇപ്പോഴും ഉണ്ട് എന്നതാണ് സാക്ഷാൽ ജോൺ ബ്രിട്ടാസിൻ്റെ വാക്കുകളിൽ നിന്നും ഇന്ന് വ്യക്തമായത്. തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: സഭയിൽ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒന്നും പ്രദർശിപ്പിക്കരുതെന്ന ചട്ടം സദാനന്ദൻ മാസ്റ്റർ ലംഘിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ഒരു കാര്യം ആലോചിക്കേണ്ടത്, സദാനന്ദൻ മാസ്റ്റർ ഏതെങ്കിലും പ്ലക്കാർഡുകൾ ഉയർത്തുകയോ പ്രതിഷേധം രേഖപ്പെടുത്തുകയോ അല്ല ചെയ്തത്. തനിക്ക് എന്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നത് ആ സഭയെ അറിയിക്കാനായാണ് അദ്ദേഹം തൻ്റെ വെപ്പുകാലുകൾ അവിടുത്തെ തൻ്റെ ഇരിപ്പിടത്തിൽ പ്രദർശിപ്പിക്കുകയുണ്ടായത് എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്വന്തം കാലുകൾ വച്ചതാണോ പ്രതിഷേധമായി വ്യാഖ്യാനിക്കുന്നത് എന്ന് രാജ്യസഭാ ഉപാധ്യക്ഷന് പോലും ചോദിക്കേണ്ടി വന്നു ഈ ജോൺ ബ്രിട്ടാസിനോട് എന്നുള്ളതാണ്. അതേസമയം രാജ്യത്തിന് മുൻപിൽ തുറന്നു കാട്ടപ്പെടുകയായിരുന്നു ഇന്ന് പൂർണ്ണമായും CPM ചെയ്തത്. അതിനുശേഷം പിന്നീടും ഈ ബ്രിട്ടാസിനെ രാജ്യസഭാ ഉപാധ്യക്ഷനും കടന്നാക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. കുറച്ചു പേർ സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയെടുത്തു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വെപ്പുകാലുകളും മാറ്റാൻ ആവശ്യപ്പെടുകയാണോ എന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ ചോദിക്കുന്ന ചോദ്യം അത് നമ്മൾ ഇന്ന് കാണുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വെപ്പുകാലുകളെങ്കിലും ഉപയോഗിക്കാൻ താങ്കൾ അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പറയുകയും ചെയ്തു. അതായത് സദാനന്ദൻ മാസ്റ്ററെ കടന്നാക്രമിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിനെതിരെ അദ്ദേഹത്തിൻ്റെ വെപ്പുകാലുകൾ അദ്ദേഹം എന്തുകൊണ്ട് തനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എന്ന കാര്യം അദ്ദേഹം ആ സഭയെ അറിയിക്കുന്നതിനെതിരെ ജോൺ ബ്രിട്ടാസ് ഉയർത്തിയത് ശക്തമായ പ്രതിരോധവും പ്രതിഷേധവുമാണ്. അതിന് കാരണമുണ്ട്. CPM എന്ന സംഘടന ഇത്രയും നാളും മനുഷ്യത്വം പറഞ്ഞുകൊണ്ടിരുന്ന, ഇത്രയും നാൾ ജനാധിപത്യം പറഞ്ഞുകൊണ്ടിരുന്ന CPM ഇന്ന് ഈ രാജ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു. അതായത് ക്രൂരതയുടെ പര്യായമായി, അക്രമരാഷ്ട്രീയത്തിൻ്റെ പര്യായമായി CPM ഇന്ന് തുറന്നു കാട്ടപ്പെട്ടു എന്നുള്ളതാണ് ബ്രിട്ടാസിനെ ഏറെ ചൊടിപ്പിച്ചത്. CPM സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം അവർക്ക് മറക്കാൻ സാധിക്കുന്നതല്ല. ആ മനുഷ്യൻ്റെ 2 കാലുകൾ വെട്ടിയെടുത്തിട്ടും അദ്ദേഹത്തിൻ്റെ വെപ്പുകാലുകൾ പോലും CPM ഇന്ന് ഭയപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് രാജ്യസഭയിലെ ദൃശ്യങ്ങൾ തെളിയിച്ചത്. എന്തായാലും ഇന്നത്തെ പ്രസംഗം സദാനന്ദൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടിയായിരുന്നു. അദ്ദേഹം ശബരിമലയെ സംബന്ധിച്ച്, അവിടുത്തെ കൊള്ളയെ സംബന്ധിച്ച് അവിടെ പ്രസ്താവന നടത്തുകയുണ്ടായി. മഹാമാഘ മഹോത്സവം തടസ്സപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളെ അദ്ദേഹം അവിടെ തുറന്നു കാട്ടുകയുണ്ടായി. കേരളം ഒരു ഓൾഡ് ഏജ് ഹോമായി മാറി എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു. അവിടെ കേരളത്തിൽ നിന്നുണ്ടാകുന്ന മൈഗ്രേഷൻ, വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി മൈഗ്രേഷൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോഴും ജോൺ ബ്രിട്ടാസ് തടസ്സപ്പെടുത്താൻ എഴുന്നേൽക്കുകയും ചെയ്തു. നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. പല വീടുകളിലും പ്രായമായ അച്ഛനമ്മമാർ മാത്രം അവശേഷിക്കുന്ന കേരളത്തിൽ തൊഴിലില്ലായ്മയും മികച്ച വിദ്യാഭ്യാസവും ഇല്ല എന്ന് പറയുമ്പോൾ അത് തടസ്സപ്പെടുത്താനാണ്, യാഥാർത്ഥ്യം പറയുമ്പോൾ തടസ്സപ്പെടുത്താനാണ് ബ്രിട്ടാസ് ശ്രമിച്ചത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം അത് എല്ലാവരുടെയും ഹൃദയത്തിലാണ് തറച്ചത് എന്ന് മനസ്സിലാക്കാം. ജോൺ ബ്രിട്ടാസിനോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പറയുന്ന ജനാധിപത്യം പറയുന്ന നിങ്ങൾ എനിക്ക് നൽകിയ സമ്മാനമാണിത് എന്ന് അദ്ദേഹത്തിൻ്റെ വെപ്പുകാലുകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറയുകയുണ്ടായി. നടുക്കത്തോടെ വിറങ്ങലിച്ച നിമിഷത്തോടെയാണ് ഇന്ന് സഭയത് കേട്ടത്. ഈ സദാനന്ദൻ മാസ്റ്ററുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ അദ്ദേഹം തൻ്റെ കാലുകൾ വെട്ടിയെരിഞ്ഞു കളഞ്ഞ നിമിഷത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ചെവി പൊത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അങ്ങനെ അത് കേൾക്കുമ്പോൾ പോലും മനുഷ്യ മനസാക്ഷി വിറങ്ങലിച്ചു പോകുമെങ്കിൽ ആ നിമിഷത്തെ അഭിമുഖീകരിച്ച മനുഷ്യൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകാം എന്നതായിരുന്നു സഭ മുഴുവൻ ഒരു നിമിഷം സ്തബ്ധരായി കേട്ടിരുന്നത്. എന്തായാലും ജോൺ ബ്രിട്ടാസിൻ്റെ പ്രതിഷേധവും ജോൺ ബ്രിട്ടാസിൻ്റെ പ്രതിരോധവും ഇന്ന് തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ലക്ഷണമൊത്ത ഭീകര സംഘടനയായി ഈ രാജ്യത്തിന് മുൻപാകെ CPM ഇന്ന് തുറന്നു കാട്ടപ്പെട്ടു.
സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗത്തിലൂടെ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെപ്പറ്റി രാജ്യസഭയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് കൂടി മനസ്സിലായി എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശ്രീകാന്ത്? കാരണം വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല, നേരത്തെ അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും കൊലപ്പെടുത്തിയതിനെ പറ്റി സംസാരിക്കുകയല്ല, തനിക്കുണ്ടായ അനുഭവം, അതിൻ്റെ സാക്ഷ്യം അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുകയാണ് ചെയ്തത്.